ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരറ്റും ലോട്ടസിൻ്റെയും കളർ ഷെയ്ഡിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. പാരറ്റിൻ്റെ കളറിങ്ങിന് ഒരു ഡ്രോപ്പ് പെർമനൻ്റ് യെല്ലോയിൽ ഒരു 80% സാപ്പ് ഗ്രീന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 to 30 ഡ്രോപ്സ് വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയറാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്യാൻ ആ മാറ്റി വെച്ചതിന് കുറച്ചെടുത്തിട്ട് അത് കൂടി കുറച്ചും കൂടിയിട്ട് വെള്ളം ചേർക്കുക. എക്സ്ട്രാ ഒരു 20 ഡ്രോപ്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ പാരറ്റിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്യണം. ലേപനം മെത്തേഡിലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിങ് ശ്രദ്ധിച്ചറിയാം. അതിൽ പിക്ചേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എല്ലാം ഒരു 3D എഫക്റ്റ് ഉണ്ടാവും. അത് ഈ ഷെയ്ഡിങ്ങിൽ കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ ലെയറും വളരെ ശ്രദ്ധാപൂർവം കൊടുക്കണം. ഇതേപോലെ ഈവൺ ആയിട്ട് പാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം ഈ ലൈറ്റ് ഗ്രീൻ കളറ്. എന്നിട്ട് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. സെക്കൻഡ് ലെയർ കൊടുക്കാൻ ഓൾറെഡി നമ്മൾ പെയിൻ്റ് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ പിക്ചറിൻ്റെ സൈഡിലെല്ലാം നല്ല ഡാർക്കായിട്ട് കളർ ചെയ്യുക. എന്നിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം താഴോട്ട് ഇതുപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ആദ്യമായിട്ട് ഈ ഷെയ്ഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഫസ്റ്റ് പിക്ചറിൽ ഷെയ്ഡ് ചെയ്യാൻ നോക്കണ്ട. ആദ്യം ഒരു ക്യാൻവാസോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ സർക്കിളോ ട്രയാങ്കിളോ ഒക്കെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസിൽ ഇതേപോലെ ഡാർക്ക് കളർ കൊടുക്കുക. എന്നിട്ട് ബ്രഷ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് സെൻട്രലിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഈ ഷെയ്ഡിങ് പ്രോസസ്സ് ഇപ്പം ഞാൻ പറയണ പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ആ ബ്രഷ് കറക്റ്റായിട്ട് നമുക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പിക്ചറിന് ആ 3D എഫക്റ്റ് കിട്ടില്ല. ഫേസിൻ്റെ ഭാഗത്തൊക്കെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് സൈഡൊക്കെ നല്ലപോലെ ഡാർക്കായിട്ട് ഫേസിൻ്റെ സെൻട്രൽ പാർട്ടിൽ വരുമ്പോൾ ലൈറ്റായിട്ട് കൊണ്ടുവരണം. കണ്ണിൻ്റെ ഭാഗമൊക്കെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഈ ഷെയ്ഡിങ് നമുക്ക് ബിന്ദുജം മെത്തേഡ് വെച്ചിട്ടും ഷെയ്ഡിങ് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ലേപനം മെത്തേഡ് ഉപയോഗിക്കുന്നത്. കാരണം അതാണ് കുറച്ചും കൂടി എളുപ്പം. ഈ സെക്കൻഡ് ലെയറിൽ കളറിൽ അത്ര ഡെപ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ലെയർ കൂടി ഇതുപോലെ തന്നെ സെയിം കളർ മിക്സ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ലോട്ടസ് ചെയ്യാൻ ആദ്യം വൈറ്റ് കളർ 1 ഡ്രോപ്പ് എടുക്കുക. അതിൽ ഒരു 5% വെർമിലിയൻ ഹ്യൂ കൂടെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിൽ ഒരു 20 ഡ്രോപ്സ് വെള്ളം കൂടി മിക്സ് ചെയ്യണം നല്ലപോലെ. എന്നിട്ട് ആ മിക്സിലേക്ക് ഒരു പൊട്ട് യെല്ലോ ഓക്കറും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതാണ് ലോട്ടസിൻ്റെ കളർ കോമ്പിനേഷൻ. അപ്പോൾ ലോട്ടസിൻ്റെ കളർ കോമ്പിനേഷൻ വൈറ്റ്, വെർമിലിയൻ ഹ്യൂ, യെല്ലോ ഓക്കർ, ഇത് 3 മിക്സ് ചെയ്ത കളറാണ്. ഇനി നമ്മൾ പാരറ്റിന് ചെയ്ത പോലെ തന്നെ ആ മിക്സ് ചെയ്ത കളറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുക. ഇതേപോലെ എല്ലാ പെറ്റലിലും ഈവൺ ആയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. ഈ പെറ്റൽസ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പെറ്റലിൻ്റെ എല്ലാത്തിൻ്റെയും അടിവശം നല്ല ഡാർക്ക് ഷെയ്ഡും അതിൻ്റെ എഡ്ജസിൽ വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പെറ്റൽസ് എല്ലാം ഷെയ്ഡ് ചെയ്യണതും ഇതേപോലെ തന്നെ ലേപനം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ പെറ്റൽസ് ഹൈലൈറ്റ് ചെയ്യാൻ ലേപനം മെത്തേഡ് മാത്രമല്ല, നമ്മൾ രേഖീകം ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച രേഖീകത്തിലും ഇവിടെ ചെയ്യാം. എഡ്ജസ് എല്ലാം ഇതുപോലെ ഡാർക്കായി കൊടുത്തിട്ട് സൈഡിലേക്ക് വരുമ്പോൾ രേഖീകം പോലെ ചെറിയ ചെറിയ ലൈന് വരച്ചിട്ടും നമുക്ക് വരയ്ക്കാം. അതേപോലെ ലോട്ടസിലും 2 ലെയർ കൊടുത്തിട്ട് അത്രയ്ക്ക് നിങ്ങൾക്ക് ഹൈലൈറ്റ് കിട്ടിയില്ല, ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ലെയർ കൂടെ അതിൻ്റെ മുകളിൽ കൊടുക്കാം. ഇവിടെ ഈ സൈഡിൽ ഫ്ലവറിൽ ഞാൻ ആ നടുവിൽ മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ വൈറ്റ് കളറിൽ തന്നെയാണ് വിട്ടിരിക്കുന്നത്.
ഇവിടെ ഞാൻ ഈ പാരറ്റിൻ്റെയും അതേപോലെ ലോട്ടസിൻ്റെയും ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷെയ്ഡിങ് എഫക്റ്റ് വന്നിട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രീയുടെ ബ്രാഞ്ചും അതേപോലെ ലീഫും ഒക്കെ എങ്ങനെ കളർ ചെയ്യാം, അതേപോലെ ബ്ലാക്ക് ഔട്ട്ലൈൻ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ് മീ.